പെരിയായിരട്ട കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട കെ വി കുഞ്ഞിരാമനടക്കം 4 പ്രതികൾ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. പ്രത്യേക സിബിഐ കോടതി വിധിക്കെതിരെയാണ് അപ്പീൽ. അഹമ്മദ് മുജ്തബ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. മുജ്തബ, ഏതൊക്കെ പ്രതികളാണ് ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്? ഇവരുടെ അപ്പീൽ എപ്പോൾ കോടതി പരിഗണിക്കും? നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സിബിഐ കോടതി വിധി വന്നതിന് പിന്നാലെ തന്നെ അന്ന് തന്നെ ഈ പ്രതിഭാഗം അഭിഭാഷകൻ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നത് ഈ 4 പ്രതികളുടെ വിധിക്കെതിരെ അപ്പീൽ പോകുമെന്നുള്ളതായിരുന്നു. എല്ലാ പ്രതികളുടെ വിധിക്കെതിരെയും അപ്പീൽ പോകും. പക്ഷെ പ്രധാനമായും കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള പ്രതികളുടെ കാര്യത്തിൽ വേഗത്തിൽ നടപടി ഉണ്ടാകുമെന്ന് അന്ന് തന്നെ അഭിഭാഷകൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് ഇപ്പോൾ കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള 4 പ്രതികളാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വിഷയത്തിൽ 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിരുന്നത്. അതായത് കസ്റ്റഡിയിലുള്ള പ്രതികളെ മോചിപ്പിക്കുക എന്നുള്ളത് കുറ്റമാണ്. 14, 20, 21, 22 പ്രതികളാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. എന്തായാലും ഈ വിഷയത്തിൽ 5 വർഷമാണ് ഇവർക്ക് തടവ് ശിക്ഷ ലഭിച്ചിരുന്നത്. പ്രതികളെ കസ്റ്റഡിയിൽ നിന്ന്, പ്രത്യേകിച്ച് കൊലപാതക കുറ്റം തെളിഞ്ഞ പ്രതികളെയാണ് കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ചതെന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ ഈ കുറ്റത്തിന്റെ ഇന്റൻസിറ്റി കുറച്ചുകൂടി തീവ്രമാണ് എന്നതോടുകൂടി നിരീക്ഷിച്ചാണ് സിബിഐ കോടതി ഇവർക്കെതിരെ 5 വർഷം തടവ് ശിക്ഷ വിധിച്ചത്. 5 വർഷം വരുന്നതോടുകൂടി ഇവരുടെ നേരത്തെ ജാമ്യത്തിൽ ആയിരുന്ന പ്രതികൾക്ക് സ്വാഭാവികമായും ജാമ്യം നിഷേധിക്കപ്പെടും. കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതിനെതിരെയാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ, അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ തന്നെ ഈ അപ്പീൽ പരിഗണിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. അമൃത. ശരി മുജ്തബ.